ഇങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ വന്നിരിക്കുന്നത് ബീച്ചേന്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ വീട്ടിൽ തന്നെ വർക്ക്ഷോപ്പ്. നമ്മുടെ ഒരു ചക്കയൊക്കെ ഉണ്ട്. ബീച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സ്ഥലം എവിടെയാ? ഇത് കുറുമണ്ണ. ബീച്ചേട്ടാ, അപ്പൊ ഇതൊരു ചെറിയ ചക്കയാണ്, പക്ഷെ നമുക്ക് ഏത് ചക്കയും മുറിക്കാൻ പറ്റിയ ഒരു സാധനം ബീച്ചേണ്ടയിൽ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞ് ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കി പോകണം. അപ്പൊ അത് നമുക്ക് ഈ ചക്ക ഒന്ന് വട്ടം മുറിച്ച് കാണിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അതിനു മുമ്പായിട്ട് ആ ഒരു ഉപകരണം ഉണ്ടാക്കിയത് കാണാം. ഇത് എന്ത് സാധനം? ഇത് വണ്ടിയുടെ ഞങ്ങളിവിടെ പ്ലേറ്റ് എന്ന് പറയും, ലീഫ്. വണ്ടിയുടെ പ്ലേറ്റ് അല്ലേ? ഏറ്റവും നല്ല ഉരുക്ക് ഏറ്റവും നല്ല മൂർച്ച കിട്ടുന്ന. ആദ്യം ഇതിങ്ങനെ ഫ്രീ ആക്കി എടുക്കും അല്ലേ? ചേട്ടാ ഈ പീസ് മുറിച്ചെടുത്തിന് ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? പഴുപ്പിച്ച് നീട്ടാനുള്ള പരിപാടി. പഴുപ്പിക്കാൻ വെക്കാം. ഓക്കെ. ഇങ്ങനെ തീ പിടിപ്പിക്കും അല്ലേ? ഞാൻ തീ പിടിപ്പിക്കാം. തീ പിടിപ്പിച്ച് അങ്ങ് തുടങ്ങുക. എന്നിട്ട് ഈ കരി അത് മരക്കരി. കരിയ? ഈ കരിയ നല്ല കരിയ അല്ലേ? ഇതിനകത്ത് ഇരുമ്പ് പെട്ടെന്ന് പഴുക്കുള്ളൂ. അത് വേറെ എന്റെ പേരിന് ഇത് കോക്കെന്നാ പറയുന്നത്. ഇത് ഇത്രയും ഇതിൽ കത്താൻ കാര്യം ഈ കാറ്റ് അടിയിൽ ബ്ലോവർ വെച്ചിട്ടുണ്ട്. ഇത്ര ഇതിൽ കത്തണല്ലേ? അത് നമുക്ക് കാറ്റ് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യാം. ഇല്ല കാറ്റ് കൂട്ടിയേ അതനുസരിച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ പ്ലേറ്റ് പഴുപ്പിക്കാൻ പറ്റുക. ചുമ്മാ മേളിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിന്റെ മുകളിൽ കാര്യം കൂടെ ഇടും. സാറ പണിയൊന്നും ഇല്ല, നല്ല ചൂടാണല്ലേ? ആ ഫാനിട്ടില്ല നിൽക്കാൻ പറ്റിയല്ലോ. ഫാനോടെ ഇട്ടിരിക്കുന്നത് ഇതിലൂടെ നിൽക്കാൻ പറ്റിയല്ല, നല്ല ചൂടാണ്. ചില കരിക്ക് ഭയങ്കര പൊട്ടലായിരിക്കും. അങ്ങനത്തെ കരി നമ്മൾ കൈയെല്ലാം പൊള്ളും. ഇത് അപ്പടി പൊട്ടുന്നതായിരിക്കും. ഇതാണ്. ഇത് എത്ര സമയം എടുക്കും ഇത് പഴുത്ത് വരാൻ? ഒരു 10 മിനിറ്റ് താഴെ മതി. 10 മിനിറ്റ്. അപ്പൊ ഇത് നമ്മളൊരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ നോക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? ഉരുകി പോകും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ ഉരുകി പോകും. അപ്പൊ നോക്കി നിൽക്കണം. അതാണ് ഈ ചൂടും അല്ലേ? ചേച്ചേട്ടാ ഇതാരാണ്? മകൻ. എത്രയല്ലേ പഠിക്കുന്നത്? പ്ലസ് ടു. എന്താ പേര്? ദേവനന്ദൻ. ഓക്കെ. പഴുപ്പായി വരുന്നുണ്ടല്ലോ. പഴുപ്പാകുമ്പോൾ കാറ്റ് നിയന്ത്രിച്ചില്ലെങ്കിലേ നമുക്ക് ഒരെണ്ണം ഭരിക്കാം. ഈ കളറാവും അല്ലേ? നേരത്തെ അടിച്ചു പരത്ത് പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ നീട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം എന്താ? ഇത് പരന്നും കിട്ടും, നീളവും വരും. വളരെ പഠിപ്പിച്ച് വലിയ കൂടം തല്ലി എടുക്കുമായിരുന്നു പണ്ടത്തെ ആൾക്കാർ. ഉടനെ തന്നെ അടിച്ച് അടിച്ചയക്കില്ല. ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഇത് അത് വിടാനുള്ള സൈസാക്കണം. സൈസാക്കി എടുക്കും. സൈസാക്കാനുള്ള പരിപാടിയിൽ ചേട്ടാ ഇനി സൈസിൽ കട്ട് ചെയ്ത് ഇനി നമ്മൾ വായത്തല്ല നമ്മൾ കനം കുറയ്ക്കാൻ പോവുക. അതിന് നമ്മൾ ചൂട് അവിടെ ഒല വെച്ച. ഓക്കെ. ഇപ്പൊ എല്ലാവരും കൈ കൊണ്ട് അടിച്ചല്ലേ ഇത് പരത്തണത്. ഈ ഒരു മെഷീൻ ഇത് വാങ്ങിച്ചാണോ? നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ഐഡിയ ഉണ്ടാക്കിയെടുത്താണ്. കുറെ വർഷം പല വലിയതൊക്കെ ഒത്തിരി സ്ഥലത്തുണ്ട്. നമ്മളിത് നമ്മുടെ രീതിയിൽ ഒരെണ്ണം ചെയ്തെടുത്താ. അങ്ങനെ ചെയ്തെടുത്ത മെഷീനാണ്. ഇവിടെയാണോ? ഇവിടെ കൂടി വിടുന്നു. അവിടെ കൂടെ വിട്ടാൽ കനം കുറയ്ക്കാൻ അടിക്കും. മുട്ടിയിട്ടാൽ മതി. ഏകദേശം റെഡി ആയല്ലേ? ഏതാണ്ട്.
ഒരു മിനിറ്റ് നാറണോ അല്ലേ? നാറ്. ഇപ്പത്തിന് ഏകദേശം ഷേപ്പ് ആയല്ലേ പാക്കത്തിയുടെ പോലെ. നേരത്തേക്ക് നമ്മൾ ഈ കാണുന്ന വെള്ളത്തിൽ മുക്കും അങ്ങനെ അറിഞ്ഞുണ്ട് അവസാന ടെമ്പർ ആക്കുന്നത്. വേറെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പ്ലേറ്റ് പരത്തി എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷൊർണൂരൊക്കെ ഏരിയ പവറാമറയിൽ അടിച്ചാണ് കനം കുറയ്ക്കുന്നത്. ഫിനിഷിംഗ് ഇതുപോലെ ലെവൽ ഫിനിഷിംഗ് ഇല്ല. ഇതിപ്പോ നമ്മളിത് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായി നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാൻ പറ്റും. ഇനി കറോട്ടാ ഗ്രൈൻഡ് ചെയ്യാൻ പോകും. ഗ്രൈൻഡ് ചെയ്യണ കാണാം. നമ്മളെ മുകളിലത്തെ ഏരിയ ആണല്ലേ ഷോപ്പിന്റെ. ഇവിടെയാണ് മെഷീനറി കിട്ടേക്കുന്നത്. മെഷീനറി ഒക്കെ ഇവിടെയാണ്. കൂടുതലും വേറെ കുറെ മെഷീനറി കുറെ താഴെ. ഇതൊക്കെ മൂർച്ച കൂട്ടുന്ന ഇവിടെ ഇരുന്ന മൂർച്ച കൂട്ടുന്ന പണിയുള്ളത്. അളവൊക്കെ നോക്കിയല്ലേ? അളവ് ശരിയായല്ലേ? അളവ് ശരിയായി. ഗ്രൈൻഡ് ചെയ്ത് തീർന്നില്ല. ഒരു പോളിഷിങ്ങിലിട്ട് ഫിനിഷിംഗ് കൂടെ ഉണ്ട്. ഫിനിഷിംഗ് കൂടെ ഉണ്ട്. ഇതേടാ ഇവിടെ ഗ്രൈൻഡിങ് കഴിഞ്ഞല്ലേ? രാഗി മന കൂട്ടിയാൽ മതി. ഇനി രാഗി മന കൂട്ടിയാൽ മതി. ഇത് കൈവച്ച് ചെയ്യുന്നല്ലേ? ഇതെല്ലാം പണ്ടെല്ലാം രാഗി എടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഗ്രൈൻഡറിലാണ്. ഗ്രൈൻഡർ ആയതുകൊണ്ട് അത്രയും പണി എളുപ്പമുണ്ട്. എല്ലാം ഇന്നത്തെ കാലത്ത് ഒരു പണി മുന്നോട്ട് പോവുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? തുളയണം. ഇവിടെ ഒരു തുളയുണ്ട്. ഇവിടെ ഒരു തുള ഇടും അല്ലേ? ഇനി ഇവിടെ ഒരു ഹോൾ ഇടും അല്ലേ? ഹോൾ. അന്നേരം വന്നപ്പോൾ തിരിഞ്ഞല്ലേ നമ്മൾ ആദ്യം മാത്രം. ഇനി നമുക്ക് അപ്പോൾ ഹോൾ ഇട്ടല്ലേ? ഹോൾ ഇട്ട് ഇനി ടെമ്പർ ചെയ്തേക്കാം. ഇനി ടെമ്പർ ചെയ്യും. ഒന്നുകൂടി ചൂടാക്കും അല്ലേ? മരത്തിന്റെ കരിയിൽ തന്നെ ഇടണം അല്ലേ? അതാണ് ടെമ്പർ കറക്റ്റ് ആവുള്ളൂ. അവിടെ നിന്ന് ഏറ് വരുമ്പോൾ തന്നെ സാധനം അല്ലേ കത്താൻ തുടങ്ങും. നേരത്തെ പോലെ എടുത്ത് പഠിപ്പിക്കുക. ആയിട്ടുണ്ട്. കൃത്യം കറണ്ടും പോയി. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കറണ്ടുമായിട്ട് വിഷയമില്ല. ഇനി വിഷയമില്ല. കറണ്ടിൻ്റെ വിഷയമില്ല. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ടെമ്പർ ചെയ്യുന്നല്ലേ? ഈ തിളച്ച് വെള്ളം ആകെ പോലെ. ഇതാണ് ഇപ്പോൾ ഇത് ഏറ്റവും കടുപ്പത്തിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ കടുപ്പം കുറച്ച് കൊണ്ടുവരണം. ഇത് കളർ മാറി വരും. ഇവിടെയൊക്കെ ആയി. കളറൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. ഇതുണ്ടോ? അവിടെ പിന്നെ ഒഴിച്ചോളൂ. ഇത് നമ്മുടെ സാധാ പച്ചവെള്ളം അല്ലേ? പച്ചവെള്ളം. സാധാരണ ഓയിലിനകത്തൊക്കെ മുക്കാം. നമുക്ക് ഇതൊക്കെ വെള്ളത്തിൽ മുക്കിയാലും മതി. നാടൻ രീതി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കമ്പനി പണിയാകുമ്പോഴാണ് ഓയിലിനകത്തൊക്കെ മുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കുളം ഉണ്ടായിരുന്നു മുട്ടിയെടുക്കണം. ഇപ്പം എല്ലായിടത്തും തന്നെ ടെമ്പറായി. അവിടെ ടെമ്പർ ഇപ്പം അവിടെ നിന്നോളും. പിന്നെ മാറിപ്പോവുകയല്ല. അതിൻ്റെ ചൂടാർത്തില്ലെങ്കിൽ പിന്നെ ടെമ്പർ മാറിപ്പോകും. ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ട് ടെമ്പർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് പിടി വെൽഡ് ചെയ്ത് ഇതുപോലെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഇനി മുറിക്കാൻ മതി. ഇത് നമ്മുടെ ഫ്രെയിം ആണല്ലേ? ഇത് എന്താ വെച്ചിട്ടാ? ഇത് പൈപ്പ് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ്. അതിൽ വെച്ചിട്ട് ഇനി മുറിക്കാൻ മതി. നമ്മളെ ഇനി ഇവിടെ ബോൾട്ട് ഇടുക, അവിടെ മുറുക്കുക. പരിപാടി തരും. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. എന്ത് ഇത് വന്നാലും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് വെക്കാം. എല്ലാം ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. വേറെ വിഷയമൊന്നും. ഇത് മെയിനായിട്ട് ഇത് ഊരി എടുത്തിട്ട് ചിരണ്ടി കളഞ്ഞാൽ മതി. ഇതിൻ്റെ മുളഞ്ഞു വരുന്നതൊക്കെ അത് വേറെ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയാണ് ഇത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഉപകരണം ഉണ്ടായി കഴിഞ്ഞ് ഇനി അപ്പൊ നമുക്ക് കൊണ്ടുവന്ന് ചക്ക ഒന്ന് മുറിച്ച് നോക്കാം. ചക്ക റെഡിയായി. നമ്മുടെ ഉപയോഗിച്ചേണ്ട ഉപകരണം വെച്ചൊന്ന് മുറിച്ച് നോക്കിയാലോ? ഓക്കെ. അപ്പൊ എങ്ങനെ മുറിക്കുന്ന? എന്നിട്ട് വെക്കാം. ഓക്കെ. ഞാൻ വെച്ചോട്ടെ. അപ്പൊ മുറിച്ചാലോ? ഇങ്ങനെ ഒരു പണിയില്ല, വെറുതെ അങ്ങ് താഴത്തേക്ക് പോകല്ലേ? തിരിച്ചു വെച്ചിട്ട് അടുത്ത പീസാക്കാന് ചെറിയ ഒരു ഇതുമില്ലേ, ഇടപാടുള്ളൂ. പിന്നെ നമുക്ക് തുണ്ടിയാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇത് പല പല പീസാക്കാം, ഇങ്ങനെ ആക്കാം. ഒരു വിഷയമുള്ള കേസല്ല, ആർക്കും ചെയ്യാം. ഞാനും ചെയ്ത് നോക്കട്ടെ. ചെയ്തു നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇങ്ങനെ ഓരോ ഇതിൽ ഇങ്ങനെ ഇതായിട്ടിരുന്നോളൂ, ലോക്കായിട്ടിരുന്നോളൂ. ചെറുതായിട്ട് കൈ കൊണ്ട് പിടിച്ചാലും ഇവിടെ ഇത് പിടിച്ച്
ഇങ്ങനെ വെക്കുക വളരെ എളുപ്പത്തിൽ മുറിച്ചിടാൻ പറ്റും. മുറിച്ചെടുക്കാൻ പറ്റും. തെന്നിപ്പോയില്ല അല്ലേ? അങ്ങനെ തെന്നിപ്പോയാലും അവിടെ പോയി കിടന്നോളും. ഓക്കെ, ഇതാണ് പരിപാടി. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി. നമുക്കൊരു പ്രയാസമില്ല, വെറുതെ താത്തി കൊടുത്താൽ മതി. ചക്കയെല്ലാം വളരെ എളുപ്പത്തിൽ പീസാക്കി. ചേട്ടാ ഇതൊക്കെ എന്താണ്? ഇതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളാണ്. പല പല ആയുധങ്ങളാണ്. അപ്പൊ ഓരോന്ന് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇവിടുത്തെ നാടൻ റബ്ബർ കത്തി. റബ്ബർ കത്തി അല്ലേ? റബ്ബർ കത്തി ഏറ്റവും ചെറു റബ്ബർ കത്തി. വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ? ഇത് എന്ത് സാധനം? ഇത് റബ്ബറിന്റെ ചിരണ്ടിയാ, പ്ലാസ്റ്റിക് ഒട്ടിക്കാനൊക്കെ ചിരണ്ടിയാണ്. പുല്ലരിവാൾ. ഇത് പുല്ലരിവാള്. പുല്ലരിവാള്. ഇതൊക്കെ ഈ ലീഫ് വെച്ചിട്ട് പുല്ലരിവാള്. ഇത് ഞങ്ങളിവിടെ കാഫാക്കത്തി എന്ന് പറയും, തലവെട്ടി എന്ന് പറയും. തലവെട്ടി അങ്ങനെ പറയും. അങ്ങനെയുള്ള അടിപൊളി. ഇത് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ വെട്ടാനൊക്കെ. ഇത് ഇവിടുത്തെ പാല വാക്കത്തി. ഇത് നമ്മുടെ അടുക്കളയിലോട്ടാണ് സാധാ കത്തിയൊക്കെ അല്ലേ? അതെ, ഇതാണ് ഈ പൈനാപ്പിളൊക്കെ വെട്ടാനുള്ള കത്തി. പൈനാപ്പിളൊക്കെ വെട്ടാൻ പറ്റും. കയ്യ മുള്ളും കൊള്ളാതെ നീട്ടി വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഈ ഏരിയയില് കാട് കളിക്കാനും ഉപയോഗിക്കും. ഈ ചെറുതാണ് ബഡ്ഡിങ് കത്തി. ചെറിയ ബഡ്ഡിയാനൊക്കെ ഉപയോഗിക്കുന്നത്. പിടിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഉണ്ടാക്കും, പാലക്കാട് നിന്ന് കടഞ്ഞു മേടിച്ചോണ്ട് വരും. ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാം ഉണ്ട്. ഈ ഇറച്ചിയൊക്കെ ചെത്താനും കസാരത്തിനും മുറിക്കാനും അതിനൊക്കെ ഉള്ള കത്തി, മീൻ കണ്ടിക്കാൻ എല്ലാത്തിനുള്ള അതിൻ്റെ പല രീതിയിലുള്ള അതിൻ്റെ പാക്ക് പൊളിക്കാനൊക്കെ ഉള്ള ചാത്തി ആ രീതിക്കുള്ള. ഇത് നമ്മുടെ വേറൊരു ഐറ്റമാണ്, അലുമിനിയത്തിൻ്റെ പിടിയാണ്. അലുമിനിയം പിടി വെച്ചിട്ടുള്ളൊരു ഇതൊക്കെ പ്രത്യേക ഡൈ ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നതാണ്. അതിനെല്ലാം ഇത് കളയരുവ, വീശരുവ. ഇതാണ് പുതിയ നമ്മുടെ വേറെ ഐറ്റമാണ് തോട്ടി. ഇത് ഉരുക്കിൻ്റെ തോട്ടി. എല്ലാവരും ഉരുക്കിൻ്റെ തോട്ടി. ഇത് നമുക്ക് രണ്ട് തലയിലും മൂർച്ചയുണ്ട്. പൈപ്പ് പിടിപ്പിച്ച തേങ്ങ എണ്ണ അടിച്ചാലും സാധനം വേണേലും ഇതാണ് ഇതിൻ്റെ. ഇതതിൻ്റെ ചെറുത് അടയ്ക്കാൻ പറിക്കാനൊക്കെ. ഇതാണ് നമ്മുടെ ഇവിടെ ഈ പാല ഏരിയയുള്ള ചുണ്ടൻ കത്തി. അപ്പക്കത്തി, ചുണ്ടൻ കത്തി. ഇത് ഈ സ്ഥലം എവിടെ ശരിക്കും? സ്ഥലം കുറുമണ്ണ എന്ന് വെച്ചാൽ ഈ റോഡ് ഏതാ? ഇത് പാല മേലുവ റോഡ്. പാലേക്ക് പോകുന്ന അതില് മൂലവട്ടം പോകുന്ന മെയിൻ വഴി. പിന്നെ ഒരുപാട് ഐറ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് കടകളിലോട്ട് ഹോൾസെയിലും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും വരികയല്ല. ഇത് ഇവിടെ തുളച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്തേക്കുന്നത്. അവിടെ അല്ലേ? കുഴ ഇതാ തന്നെ തുളച്ച് വെൽഡ് ചെയ്താ അപ്പൊ ഒരിക്കലും പോവുകയില്ല. കോടാലി തൂമ്പ എല്ലാം, തൂമ്പ കയ്യ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പല പണികളും എല്ലാം ചെയ്ത് കൊടുക്കുന്ന എല്ലാം. ഈ കത്തിയുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വാഹനങ്ങളുടെ ലീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും ക്വാളിറ്റി ഉണ്ട്, വിലക്കുറവുണ്ട്. നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അതന്നെ, അതുകൊണ്ട് വില കുറച്ച് നമുക്ക് നമ്മളെല്ലാം മെഷീനെ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയും കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കണേ, ഈ നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാനായിട്ട് എന്തെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. ചേട്ടന്റെ നമ്പർ കൊടുത്താൽ കൊറിയർ അയച്ചു കൊടുക്കും. പലതരം കത്തിയുണ്ട്, ചക്ക മുറിക്കണുണ്ട്, എല്ലാം അല്ലെ വേറെ എന്തെങ്കിലും വേണമെങ്കിലും ഷേപ്പ് പറഞ്ഞാൽ ചെയ്തു തരും.